കേരള ഫുഡീസ് ക്ലബിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ മസാല കപ്പലണ്ടിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല കപ്പലണ്ടി നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ കായം പൊടിച്ചതാണ്. കായം പൊടി ഇല്ലെങ്കിൽ കായം പൊടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ആക്കാം. ഇപ്പം മാവ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും കൈകൊണ്ട് തന്നെ മിക്സ് ആക്കാം. വെള്ളം കൂടി പോകരുത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ആക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മിക്സ് ശരിയായിട്ടുണ്ട്. വെള്ളം കൂടാതെ നോക്കണം, കൂടി പോയാൽ അത് ശരിയാവില്ല. കണ്ട, ഇത്രയും കട്ടി വേണം. ഇപ്പം നമ്മുടെ മാവ് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും കൂടിയിട്ടില്ല, നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് ഇതിലെ പ്രധാന ചേരുവയായ കപ്പലണ്ടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 250 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കാം. കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും മാവ് പിടിക്കുന്നവരെ നന്നായി മിക്സ് ആക്കണം. കപ്പലണ്ടിയുടെ എല്ലാ ചുറ്റും കണ്ടോ മാവ് വന്നിട്ടുണ്ട്. കവർ ചെയ്ത് വരണം, കപ്പലണ്ടീനെ കവർ ചെയ്ത് വരണം മാവ്. ഇതുപോലെ എടുക്കണം. ഇനി ഇത് കുറേ നേരം വെക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുന്നുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഈ വേപ്പിലയും ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്കിത് ഇതിൽ നിന്ന് വാരിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓയിലിന് ഈ വെളുത്തുള്ളിയുടെയും വേപ്പിലയുടെയും ഒക്കെ ഒരു നല്ല ഫ്ലേവർ വരും. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ കപ്പലണ്ടിക്കും അതിൻ്റെ ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് ആദ്യം നമുക്ക് കുറച്ച് വേപ്പിലയും വെളുത്തുള്ളിയും കൂടി വറുത്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം പാത്രത്തിൽ നിന്ന്. വേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഫ്രൈ ചെയ്തത് ഞാനിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം ചേർക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിൽ നിന്ന് ഓരോ കപ്പലണ്ടി വീതെടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിടാൻ പാടില്ല, ഒന്നിച്ചിട്ടാൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കട്ടിയായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഈ കയ്യിലുകൊണ്ട് തന്നെ ഇങ്ങനെ വിടർത്തിയിടണം. ഇപ്പോൾ കപ്പലണ്ടി നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള കപ്പലണ്ടിയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പലണ്ടി എല്ലാം
ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. നമുക്കിത് നല്ലോണം ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യണം. അത് ചൂടാറുന്നതിന് മുമ്പ് നമ്മളിത് കഴിച്ചു നോക്കിയാൽ ഇത് പച്ചപ്പ് തോന്നും. കപ്പലണ്ടിക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. മസാല കപ്പലണ്ടി ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.